ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല മോനെ, വീടെടുക്കാനോ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചൂടെ? അത് വേണ്ടമ്മേ. പിന്നെ അതറിഞ്ഞിട്ട് സത്യമ്മ വീണ്ടും വിഷ്ണുവേട്ടനെ വഴക്ക് പറയും. അല്ലെങ്കിൽ തന്നെ എന്റെ പാവാട ചിരട്ടി കെട്ടിയിട്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഇതും കൂടി ആയാ പിന്നെ തീർന്നു. ആഹാ, നീ എന്താ നേരത്തെ എഴുന്നേറ്റേ? സാധാരണ ഞാൻ മുറ്റം തൂത്ത് കഴിഞ്ഞ് ചായക്ക് വെള്ളം വെക്കുമ്പോഴാണല്ലോ നീ എഴുന്നേറ്റ് വരുന്നേ. ഇന്നത് ചായ വരെ ഞാൻ ഉണ്ടാക്കി. ആ, അത് ശരി. അപ്പൊ ഇന്ന് എല്ലാം നേരത്തെ ആണല്ലോ. ആ, ഇന്നൊരല്പം നേരത്തെ പോണോ അമ്മേ? ആ, പോകുന്നൊക്കെ കൊള്ളാം. ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഓ, ഇതാരുടെ ഓട്ടോ? ഇത് വിഷ്ണുവിന്റെ ഓട്ടോശ്രീ ആണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെന്താ ഇങ്ങനെ വന്നിടന്ന് ഉറങ്ങുന്നേ? മോളെ, ആ ദേ ഇവിടെ വിഷ്ണു. വിഷ്ണുവേട്ടനോ? എവിടെ? നീങ്ങി വാടി. ദേ, ഇതെപ്പ ഇവിടെ എത്തി? ഞാൻ നോക്കട്ടെ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, എഴുന്നേറ്റ്. എപ്പോ ഒന്ന് കിടന്നു? എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? രാത്രിയിലെ വന്നത്, പിന്നെ ആരും ഉറക്കം കളണ്ടാന്ന് കരുതി. അതൊന്നും അല്ല. ഇന്നലെ രാത്രി സത്യമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? അതല്ലാതെ വിഷ്ണുവേട്ടൻ ഇവിടെ വന്ന് കിടക്കില്ല. സത്യം പറ വിഷ്ണുവേട്ടാ, വഴക്കുണ്ടായോ? വിഷ്ണുവേട്ടാ, പറ. പറയ്, എന്താ ഉണ്ടായേ? വിഷ്ണുവേട്ടാ, എന്താ പ്രശ്നം ഉണ്ടായേ? അതൊന്നുമില്ല. ഞാൻ ഈ ജോലിക്ക് വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഭാര്യയുടെ കീഴിൽ അടിമപ്പണിക്കാണ് പോണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല അത്രേ. ഞാനിങ്ങ് ഇറങ്ങി പോന്നു. എങ്കി പിന്നെ ഈ മഞ്ഞത്ത് കിടന്ന എന്തിനാ? വിളിക്കാൻ പാടില്ലായിരുന്നോ? അത് ഞാൻ ഓർത്ത, പിന്നെ ഓർത്ത് വേണ്ടാന്ന്. വെറുതെ എന്തിനാ? എടോ, ഇവൻ പോരെ, ഇത് തന്നെ ധാരാളമാ. ഇതൊന്നും ആർക്കും എന്നെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. വിഷ്ണുവേട്ടാ, ആ മോളെ, നീ ചായക്ക് വെള്ളം വെച്ചെന്നല്ലേ പറഞ്ഞത്? ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. വിഷ്ണുവേട്ടാ, എന്നിട്ട് എന്താ തീരുമാനിച്ചേ? അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഈ ജോലി അങ്ങ് നിർത്ത അല്ലേ? വേണ്ടേ? ഈ 4ാം ക്ലാസ് യോഗ്യതയുള്ളവന് വേറെ ആരാ ജോലി തരിക? താൻ പറ. പക്ഷെ അമ്മ സമ്മതിക്കില്ലല്ലോ വിഷ്ണുവേട്ടാ. അതുകൊണ്ട് അതെ, ഞാൻ ഈ ജോലി ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വിഷ്ണുവേട്ടാ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. സത്യമ്മ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നോണ്ട്. എടോ, അതെ, എല്ലാരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് സത്യം തന്നെയാ. മനസ്സിലായ? നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുമില്ല. മനസ്സിലായ? അല്ല പിന്നെ മോനെ, ചായ. ഞാൻ എന്തായാലും ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. വിഷ്ണുവേട്ടാ, അമ്മ അപ്പോ? താനൊന്നും പറയണ്ട. അത് മാത്രമല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. താൻ എന്തായാലും പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കേ. ഞാൻ വണ്ടി കൊണ്ടുവരാം. വൈകിട്ട് നമുക്കൊരു സ്ഥലം വരെ വീട് നോക്കാൻ പോണം. ഞാൻ എന്തായാലും കമലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല മോനെ, വീടെടുക്കാനോ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചൂടെ? അത് വേണ്ടമ്മേ.
പിന്നെ അതറിഞ്ഞിട്ട് സത്യമ്മ വീണ്ടും വിഷ്ണുവേട്ടനെ വഴക്ക് പറയും. അല്ലെങ്കിൽ തന്നെ എന്റെ പാവാട ചിരട്ടി കെട്ടിയിട്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഇതും കൂടി ആയാ പിന്നെ തീർന്നു. വിഷ്ണുവേട്ടൻ പറഞ്ഞ പോലെ മറ്റൊരു വീട് നോക്കുന്നതാണ് നല്ലത്. ആ എന്തായാലും സമയമില്ല. ഇതാ ചേർത്തമ്മ ചായ പിന്നെ ഓടിക്കാൻ. അതെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ ഒന്ന് ചിരിക്കാട്ടോ. അല്ല ഈ രാവിലെ ഒരു പുഞ്ചിരി എന്ന് എന്തപ്പോ കുഴപ്പം? ഈ ഫോണിലെല്ലാരും കൂട്ടിട്ട് ഈ ഗുഡ് മോർണിംഗും പുഞ്ചിരിയൊക്കെ അയക്കാനൊക്കെ എന്തോരം രസാണ്. ഈ നേരി കാണുമ്പോൾ കിട്ടുന്ന ഒരു പുഞ്ചിരി അതാരും മനസ്സിലാക്കില്ല എന്ന് മാത്രം. പിന്നെ എല്ലാവരും കുത്തിയിരുന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഓരോന്നയക്കും. ഒന്ന് ചിരിക്കോ? നീട്ട് മാറിയെന്ന്. ആ പോട്ടെ മാഡത്തിനമ്മേ. ഡാ, ആ അമ്മയായിട്ട് ഉടക്കുവാണ്, അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയില്ല. ഇങ്ങനെയൊരു വീടെടുത്തെന്ന് വെച്ച് അമ്മയുടെ അടുത്തുനിന്ന് അകന്ന് നിൽക്കുന്നാണോ അമ്മ കരുതുന്നത്? എത്ര വഴക്ക് കേട്ടാലും ആ അമ്മയെ പിരിഞ്ഞൊന്നും വിഷ്ണുവേട്ടൻ നിൽക്കില്ല. ഇത് അമ്മ മകനാ. അമ്മയ്ക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ മകൻ. അതുകൊണ്ടല്ലേ ഒരുമിച്ച് താമസിച്ച് ഇവരെ തമ്മിൽ അകറ്റി നിർത്താനൊന്നും ഞാൻ ആഗ്രഹിക്കാത്തത്. എന്റെ കാരണം എന്താ? കാര്യമില്ല, അത്ര തന്നെ. ഇതാ ഒരു പ്രശ്നം കഴിയുമ്പോ അടുത്ത പ്രശ്നം, അത് കഴിയുമ്പോ വേറൊന്ന്. ഇതിനൊരു അവസാനമില്ലേ ഭഗവാനെ? എന്നായാലും എല്ലാരും കൂടെ ഒന്ന് സന്തോഷിച്ച് കഴിയുന്ന കണ്ടാ മതിയായിരുന്നു. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് അടിച്ചോ. സാറേ എനിക്ക് വേണ്ട. ഇതങ്ങോട്ട് പിടിക്കണ്ട സാറേ. പിടിച്ചങ്ങോട്ട്. അതെ, അന്നത്തിൻ്റെ അടുത്തും മദ്യത്തിൻ്റെ അടുത്തും പിണക്കം കാണിക്കരുതെന്നാ പറഞ്ഞ. പിന്നെ അത് കിട്ടാൻ പെടാപ്പാട് വിടും. അടിക്കുന്നു. ഒരുപാട് സങ്കടമുണ്ട്. ഇത്തിരി കപ്പുറത്ത് വെച്ചോ, സങ്കടത്തിന് ബെസ്റ്റാ.